സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ ഏരിയ സ്പെസിഫിൻ്റെ ഏരിയ വെച്ചിട്ട് നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്തും ആണ്. ഒറിജിനൽ ലെങ്ത് ആ ഗേജ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവാം. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് നമ്മൾ അവിടെ മെഷർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കർവ് ഇതേപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ വന്ന് പൊട്ടിപ്പോയ ഒരു ഒബ്ജക്റ്റ് അല്ലേ. അതിൻ്റെ കർവ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനും ഓക്കെ, അതിനുശേഷം കർവ് ഇങ്ങനൊരു സ്വഭാവം കാണിച്ച ശേഷം then there is a strain hardening and go to ultimate point, then there is a breaking point. ഇതായിരിക്കും ഒരു മൈൽഡ് സ്റ്റീൽ അഥവാ എന്താ പറയുക ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസിലെ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ഇങ്ങനെ ആയിരിക്കും ഇതിലുണ്ടാവാം. ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിൽ ഇങ്ങനെ ആയിരിക്കും ഏകദേശം. അങ്ങനെ ഒരു എന്താ പറയുക ഒരു വളരെ എക്സ്റ്റെൻഡഡ് പ്ലാസ്റ്റിക് റീജിയൻ ഒന്നും ഉണ്ടാകത്തില്ല. അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ വന്ന് ബെൻഡായി ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തും. അൾട്ടിമേറ്റ് ബ്രേക്കിംഗ് പോയിന്റും അതങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഇവിടെ അൾട്ടിമേറ്റ് ബ്രേക്കിംഗ് പോയിന്റ് ഇവിടെയും അൾട്ടിമേറ്റ് പോയിന്റ് ഇവിടെയും ബ്രേക്കിംഗ് പോയിന്റ് ഇവിടെ ആയിട്ടാണ്. ഇവിടെ അൾട്ടിമേറ്റും ബ്രേക്കിംഗ് പോയിന്റ് എല്ലാം ഒരു പോയിന്റിലായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഇതാണ് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും അതേപോലെ ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും. ഓക്കെ, ഇതിൻ്റെ സ്ട്രെയിൻ, ഇത് സ്ട്രെസ്, ഇതും സ്ട്രെയിനും ഇത് സ്ട്രെസ്. അപ്പോൾ ഈ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാവണം. അപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു പോസിബിലിറ്റി ഇതാണ്, എക്സ്പ്ലെയിൻ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. നമുക്ക് ഈ 2 ഫിഗർ വെച്ച് കാണിക്കും. അപ്പോൾ ഡക്റ്റൈൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അതിൻ്റെ മീനിങ് തന്നെ അതാണ്, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഗോ ഫോർ ലാർജർ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അതിനെ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് വിളിക്കുക. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാണിക്കത്തില്ല. ഇത് ഒരു മാക്സിമം വാല്യൂവിൽ വന്ന് ബ്രേക്ക് ആവത്തേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഒരു ഗ്ലാസിൻ്റെ കണ്ടീഷനൊക്കെ പോലെ അല്ലേ. ഗ്ലാസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ട്രെച്ച് ആവത്തില്ല, ഡിഫോം ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോകത്തേ ഉള്ളൂ അല്ലേ. ആ സമയത്ത് ഫൈബറായിട്ടുള്ള ഷീറ്റോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലോഡ് കൊടുത്താൽ നല്ല രീതിയിൽ ഡിഫോം ചെയ്യും. പക്ഷേ ഗ്ലാസ് മെറ്റീരിയലാണെങ്കിൽ നമ്മളിങ്ങനെ ലോഡ് കൊടുത്താൽ അങ്ങനെ അത്ര ബെൻഡാവോ ഇല്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ വിളിക്കുക ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന്. അതേസമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ഓക്കെ, ഈ ഭാഗത്തുള്ള ഡിഫോർമേഷൻ നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വിളിക്കും അല്ലേ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഡക്റ്റൈൽ എന്നും വിളിക്കും, കുറവുള്ളതിനെ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്നും വിളിക്കും.